1 മന്തായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു റിവ്യൂ വീഡിയോ നിങ്ങളുമായിട്ട് ഫേസ് വാഷിന് 150 രൂപയാണ് ഇതിന്റെ റേറ്റ്. റിമൂവൽ, ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് ഒക്കെ ഉള്ള ഒരു ഫേസ് വാഷ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ സ്കിൻ ടൈപ്പുകാർക്കാണ് സ്യൂട്ടബിൾ ആവുന്നതെന്ന്. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫേസ് വാഷിന്റെ റിവ്യൂ വീഡിയോ ആണ്. ഇതാണ് ഐറ്റം. ഡെർമാ ടച്ച് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഡെയിലി ഗ്ലോ ബ്രൈറ്റ് ആൻഡ് ഈവൻ സ്കിൻ ടോൺ ഫേസ് വാഷ്. 30 ഗ്രാമിന്റെ ഒരു ട്യൂബ് ആയിരുന്നു കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. 30 ഗ്രാമിന് 150 രൂപയായിരുന്നു റേറ്റ് വരുന്നത്. ക്രീം ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രീം ഫോമിലിരിക്കുന്ന ഒരു ഫേസ് വാഷ് ആട്ടോ ഇത്. ഇതിന്റെ കൺസിസ്റ്റൻസി ഇതാണ്. ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. പിന്നെ നമ്മുടെ ഫേസ് ക്ലീൻ ചെയ്യാൻ വളരെ കുറഞ്ഞൊരു എമൗണ്ടിലുള്ള ഒരു ഫേസ് വാഷ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. ഈ ഒരു ഫേസ് വാഷിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും, ആക്നെ പ്രോൺ സ്കിന്നുകാർക്കും സെൻസിറ്റീവ് സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ടാൻ റിമൂവ് ചെയ്യാനും സ്കിൻ ഒന്ന് ഈവൻ ടോൺ ആക്കാനും ഒക്കെ ഈ ഒരു ഫേസ് വാഷ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ഫേസ് വാഷിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, കോജിക് ആസിഡ്, നിയാസിനമൈഡ്, വൈറ്റമിൻ ഇ, ഈ മൂന്നുമാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. നിയാസിനമൈഡ് സ്കിന്നിൽ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാട്ടോ. സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടാനും ഓപ്പൺ പോഴ്സിനെ റെഡ്യൂസ് ചെയ്യാനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഹൈപ്പർ പിഗ്മെന്റേഷനും വേണ്ടിയിട്ട് നിയാസിനമൈഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി വൈറ്റമിൻ ഇ കൊണ്ടുള്ള സ്കിൻ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്കാർസ് കുറയ്ക്കാനും ഹൈപ്പർ പിഗ്മെന്റേഷനും ആന്റി ഏജിങ്ങിനും ഒക്കെ ഈ ഒരു വൈറ്റമിൻ ഇ യൂസ് ചെയ്യുന്നത് സ്കിന്നിന് ബെനിഫിഷ്യൽ ആണ്. ഇനിയുള്ളത് കോജിക് ആസിഡ്. സ്കിൻ ബ്രൈറ്റ് ആക്കാനും ആക്നെ ട്രീറ്റ് ചെയ്യാനും ഡാർക്ക് സ്പോട്ടുകൾക്കും ഒക്കെ നമുക്ക് കോജിക് ആസിഡ് യൂസ് ചെയ്യാം. പിന്നെ ഇവര് ക്ലെയിം ചെയ്യുന്ന കാര്യങ്ങൾ ഇംപ്യൂരിറ്റീസ് റിമൂവ് ചെയ്യും, ഓയിൽ കൺട്രോൾ ചെയ്യും, ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കും. ഇതൊക്കെയാണ് ഈ ഒരു ഫേസ് വാഷിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ലാസ്റ്റ് ഒരു 1 മന്താണ് ഞാൻ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പം ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് നമ്മുടെ ഫേസിന് തരുന്നു. പറയാനുള്ളത്, ഇത് യൂസ് ചെയ്ത് തുടങ്ങിയ സമയത്ത് എനിക്ക് നല്ലപോലെ ടാൻ ഉണ്ടായിരുന്നു, സൺ ടാൻ ഉണ്ടായിരുന്നു. ഒരുപാടൊന്നും ഇല്ലെങ്കിലും ഒരു പരിധി വരെയൊക്കെ സൺ ടാൻ കുറച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിഗ്മെന്റേഷനിലും ചെറിയൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെത് ആക്നെ പ്രോൺ സ്കിന്നാണ്, സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പം എൻ്റെ ഒരു സ്കിൻ ടൈപ്പിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് പോലെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇത് യൂസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് നെഗറ്റീവ്സ് അല്ലെങ്കിൽ സൈഡ് എഫക്റ്റോ അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഏത് സ്കിൻ ടൈപ്പുകാർ യൂസ് ചെയ്യണം എന്ന് പറയാം. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ, നോർമൽ സ്കിൻ ടൈപ്പുകാരും ഡ്രൈ സ്കിൻ ടൈപ്പുകാരും ഇത് യൂസ് ചെയ്യേണ്ട. കാരണം ഇത് ഓയിൽ കൺട്രോൾ ചെയ്യും. അപ്പം നിങ്ങളുടെ സ്കിന്ന് എക്സ്ട്രാ ഓയിലി ആവാൻ സാധ്യതയുണ്ട്. കോമ്പിനേഷൻ സ്കിൻ ടൈപ്പുകാർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം നിങ്ങളുടെ ഫേസിൽ ഡ്രൈ ആയിട്ടുള്ള പോർഷൻ കാണുമല്ലോ, കുറച്ച് ഭാഗം ഓയിലിയും കുറച്ച് ഭാഗം ഡ്രൈയും ആയിരിക്കുമല്ലോ. അപ്പം ആ ഡ്രൈ ആയിട്ടുള്ള പോർഷൻ കുറച്ചുകൂടെ എക്സ്ട്രാ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഓയിലി സ്കിന്നുകാർക്കായിരിക്കും ഇത് കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആവുന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചും എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചുമാണ് ഈ ഒരു റിവ്യൂ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളതൊരു ഓയിലി ആക്നെ പ്രോൺ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന പോലത്തെ വീഡിയോസ് ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇത്ര നേരം കണ്ടിരുന്നതിനും കേട്ടിരുന്നതിനും താങ്ക്സ്. അടുത്ത വീഡിയോയിൽ കാണാം.